വീണ്ടും ഒരു കോട്ടയംകാരൻ എത്താൻ പോവാണ് ഒരു വെറൈറ്റി പേരുമായിട്ട്. സാം സോണി. ലെറ്റ്സ് വെൽക്കം സാം ഓൺ സ്റ്റേജ്. സാംസണൈറ്റ്. സാം സോണി. സോണി. സാംസോണി. സാംസോണി. സോണി. സാം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 7th-ലാണ്. കോട്ടയം അല്ലേ? കോട്ടയം. ആ, ഏത് സ്കൂളിലാ? ഹോളി ക്രോസ് HSS ചേർപ്പങ്കൽ. ചേർപ്പങ്കല് പള്ളിയുടെ അടുത്താണോ? ആ, ആണോ? നമ്മുടെ മീനാക്ഷി ചേച്ചിയുടെ അയൽവക്കത്ത്. അടുത്താടാ. ഞാൻ ചേർപ്പങ്കൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചേർപ്പങ്കൽ പള്ളിയിൽ പറയുന്നുണ്ട്. ഞാൻ അവിടെ വന്നിട്ടുണ്ട് ചേർപ്പങ്കൽ ഈ പള്ളിയിൽ. ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലത്തും ചേട്ടൻ പോയിട്ടുണ്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ചെറുപ്പങ്കര പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ടൊന്നു ശാനപാടാ. അതാ, കേട്ടിട്ടുണ്ടോ? അർത്തുങ്കല പള്ളി. ചെറുപ്പങ്കലല്ലേ? ചേർപ്പങ്കലല്ല, അർത്തുങ്കൽ. എനിക്ക് തെറ്റിപ്പോയാണോ? ആ, തെറ്റിയതാണ്. തെറ്റിപ്പോയി. അന്ന് വേണമെങ്കി അങ്ങനെ പാടാം. അത് ആ കുഴപ്പമൊന്നുമില്ല. പള്ളിയിലാവുമ്പോ അങ്ങനെ പാടാം. അങ്ങനെ പാടിയൊന്നും കുഴപ്പമൊന്നുമില്ലല്ലേ? പക്ഷെ ശരിക്കും ഒറിജിനല് അർത്തുങ്കല പള്ളി. നല്ല ആവശ്യമുണ്ടോ ഈ മീനുകുട്ടിയുടെ കൂട്ടുകാരനായിട്ട്? അതുകൊണ്ട് നന്നായി വരുടാ. അപ്പൊ ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ദേവാങ്കണങ്ങൾ സെമി ക്ലാസിക്കൽ. ഓക്കെ. പിന്നെ മെലഡി അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഏകദേശം ഒരുപോലെയാണല്ലോ. ഒരുപോലെ. അടുത്തത് പിന്നെ കവിളിണയിൽ കുങ്കുമമോ. ദേവാങ്കണങ്ങൾ അത് നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് തുടങ്ങിയാലോ? അതെ. അല്ല സാറേ, ആ അയ്യോ എന്ത്? എന്താ? അയ്യോ ഞാൻ പഠിച്ചില്ലായിരുന്നു. ആ പല്ലവിനെ ഓ സോറി സോറി. സല്ലാപമായി ഫസ്റ്റ് തൊട്ട് പാടിക്കോട്ടെ സാറേ. എന്നാലേ വരുള്ളൂ ഇല്ലേ അടുത്തത്. ശരി. ഓക്കെ ശരി ശരി. സാറേ പ്ലീസ് ഞാൻ ആദ്യം തൊട്ട് ശരി പാടിക്കട്ടെ. ആദ്യം മുതൽ തന്നെ പാടിക്കോ. ഓക്കെ ഹമ്മിങ് മുതൽ. ഓക്കെ ശരി സാംകുട്ടാ. ശരി സാറേ, താങ്ക് യു. പാടിക്കോളൂ സാറേ. താങ്ക് യു. താങ്ക് യു. ഹമ്മിങ് അല്ലേ? ഹമ്മിങ് അല്ലേ? ഹമ്മിങ് പാടാം. അമ്മി വേണ്ടെന്ന് പറഞ്ഞു. അല്ല വേണ്ടാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഹമ്മിങ് പാടാം. ഹമ്മിങ് പാടാം. ഹമ്മിങ് വേണ്ടെന്ന് പറഞ്ഞോ? വേണ്ട വേണ്ട. ആ എന്നാ പാട്ടും തുടങ്ങി. അല്ല ഹമ്മിങ് പാടാം. നിങ്ങളൊരു തീരുമാനത്തിലെത്തും. വേണോ വേണ്ടയോ? ഹമ്മിങ് പാടാം. പാടുന്നത് കുറവാണോ? ആ, സാമിന് പാടണം. പാടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ആഗ്രഹം. ആ ശരി എന്നാ ആഗ്രഹം പാടിക്കോ.
Okay. Yes, very good, very good, very good, very good. Very nice. താങ്ക് യു സാർ. Very nice. സാറേ ആ കൈയൊഴിഞ്ഞെന്ന് പറയും, കൈയൊഴിഞ്ഞെന്ന് പോവാനിങ്ങനെ. സാറേ എനിക്ക് തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു പ്രോബ്ലം. ഞാൻ ഇൻഹേലർ വലിക്കുന്നുണ്ട്. എനിക്ക് ആണോ? എന്നിട്ടാണ് ഇത്ര നന്നായിട്ട് പാടിയത്. അത് ശരിയല്ല, അത് ശരിയല്ല, അത് ശരിയല്ല. ഫ്ലോർ എന്റെ ഒരു ആഗ്രഹമാണ്. ഓ. ആണല്ലേ? വെരി ഗുഡ്. എന്തായാലും നന്നായി നന്നായിട്ട് പാടി, പാടിയടാ. നന്നായിട്ട് താങ്ക് പാടി. യു സാർ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ധന്യരായി താങ്ക് യു സാർ. അല്ലേ? വളരെ ധന്യനായി സാറേ. താങ്ക് യു സാർ. സാറേ ഇനി ഏത് പാട്ടാ പാടുന്നത് സാറേ? കവിളിണയിൽ. ആ സാറേ ഇത് yes. എനിക്ക് 2 ദിവസം കൊണ്ട് ഞാൻ പഠിച്ച ചെറിയ തെറ്റുണ്ട്. ഇന്ന് കുഴപ്പമില്ല, ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. ആ. ഓക്കെ, അനുപല്ലവി നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ. മനസ്സിന്റെ മാലിനി തീരഭൂമി മലരിട്ടു മാഗന്ധ ശാഖകളിൽ മനസ്സിന്റെ മാലിനി തീരഭൂമി മലരിട്ടു മാഗന്ധ ശാഖകളിൽ കുയിലുകൾ പാടി തരിവുള തട്ടി പുഴയതു പാടി വനജോത്സ പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ? നീ വരുമോ ഇവിടേക്ക്? നീ വരുമോ? വരുമോ? വരാ. എന്നാ വാ. വരുവോ? ഓടിവാ, ഓടിവാ. ഈ പാതി പാടി വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ആര് പറഞ്ഞു? ആദ്യം പാടി വെച്ചിട്ട് സാറ് വിളിച്ചിട്ടാ വന്നത്. ജയേന്ദ്ര സാറ്. അതാരാ ജയേന്ദ്രൻ സാർ? സാറ് ഞാൻ വിളിച്ചില്ല. സാറെന്നെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാനൊന്നും വിളിച്ചില്ല. ഞാനാണോ വിളിച്ചത്? നീ വരുമോ എന്ന് ചോദിച്ചത്? ആരൊക്കെയോ വിളിച്ചത്. ആരൊക്കെയോ വിളിച്ചു. അതൊരു വലിയ ഞാനാണോ കുഴപ്പമല്ലേ വിളിച്ചത്? അത്? അതെ, ആരാന്ന് തിരിച്ചറിയാത്തത്? 3 പേരും വിളിച്ച്. ആണല്ലേ? ആ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ആ, അത് ഫിനിഷ് ചെയ്യണം. അതെ, ഓക്കെ ഫിനിഷ് ചെയ്തേക്കാം. നിശ്ചയം. അപ്പോ അനുപല്ലവിയായിട്ട് തുടങ്ങട്ടെ. മനസ്സിന്റെ മാലിനി തീരഭൂമി തളിരിട്ടു മാഗന്ധ ശാഖകളിൽ തളിരിളകൊള്ളും കുയിലുകൾ പാടി തരിവള തട്ടി പുഴയതു പാടി വനജോത്സ പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ? ചിന്തകെഴുതൂ ചിന്തകെഴുതൂ ചിന്തകെഴുതൂ. Congratulations, You are selected. Sam. You're selected. Welcome to Flowers Top Singer Season 6. മിടുക്കനാണേ, ഒത്തിരി മിടുക്കനാണേ. താങ്ക് യു സാർ. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വിളിച്ചത്. ആ ആ എന്ത് തീന്താങ്കടത് അതല്ല, അതൊന്നും പ്രശ്നമല്ല. അതാ പാടിയത്. ഞാൻ കുറെ പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്താ. ഞാനൊരു ഇച്ചിരി പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേനും എനിക്ക് തൊണ്ടയ്ക്ക് വയ്യാതായി. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. നമുക്ക് തൊണ്ടയ്ക്ക് വയ്യാണ്ടാവുമ്പോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. Then you have to give rest. അതാണ് വേണ്ടത്. ഓക്കെ സാർ. Okay? ഓക്കെ സാർ. ഇപ്പൊ പാടിയത് സൂപ്പറാണ്. താങ്ക് യു സാർ. 2 പാട്ട് സൂപ്പർ. അതെ, താങ്ക് യു സാർ. ഞങ്ങൾക്ക് പെരുത്ത് ഇഷ്ടായി. അതെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ അനുഗ്രഹവും ഉണ്ടാവുമെന്ന്. മീനാക്ഷി ചേച്ചിയുടെ നാട്ടുകാരനായതുകൊണ്ടായിരിക്കും എന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി കേട്ടോ. മീനാക്ഷി ചേച്ചിയുടെ ഐശ്വര്യ. അതെ അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പഴേ നാട്ടിൽ ശരിയാ. ചെന്നിട്ട് ഇപ്പഴേ തുടങ്ങി. നാട്ടിൽ ചെന്നിട്ട് നീ പ്രത്യേകം എല്ലാരോടും പറയണോട്ടോ. ഈ വീടിന്റെ ഐശ്വര്യം അതാ ഞാനാണ് ചേച്ചി. അപ്പോ മിസ്റ്റർ സാം സോണി, വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. താങ്ക് യു സാർ. ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞ വർഷവും ട്രൈ ചെയ്ത് പ്രാവശ്യം ആ കഷ്ടപ്പാടിന് ഫലം അതെ, കിട്ടി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ കുഞ്ഞു പോയിരുന്ന അസുഖമൊക്കെ വേഗം സുഖമായിട്ട് ഞങ്ങൾക്ക് ഒരു വാക്ക് തരണം. അടുത്ത പ്രാവശ്യം തൊട്ട് കിടിലമായിട്ട് പാടും, നല്ലോണം പെർഫോം ചെയ്യും. വാക്കല്ലേ?
വാക്കാണ് പ്രോമിസ്. അടിപൊളി പ്രോമിസ്. ഇത് പലർക്കുള്ള ഒരു പാഠമാണത്. അതെ. ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ളത്. അതെ. വീണ്ടും ട്രൈ ചെയ്ത് വന്നില്ലേ അല്ലേ? ഞാന് ഓർത്ത് എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലാലും വിഷമില്ല, ഞാൻ പിന്നെ ട്രൈ ചെയ്യുന്ന യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ്. വലിയ ആഗ്രഹമാണെന്നല്ലേ പറഞ്ഞേ? ആഗ്രഹമാണ്. അപ്പൊ ആഗ്രഹങ്ങൾ നമുക്ക് അത്ര ഇന്റൻസ് ആയിട്ട് നമ്മൾ വെച്ചാൽ എന്ത് സംഭവിക്കും? അതെല്ലാം സംഭവിക്കും. അത് സഫലമാകും. അതാണ് ഡ്രീംസ് കം ട്രൂ. അതാണ് Yes. ഇവിടെ നമ്മുടെ കുഞ്ഞു മകൻ ഇവിടെ തെളിയിക്കുന്നതാണ് അല്ലേ? അതെ. Yes. ബൈ. അപ്പൊ ശങ്കർ സാറിനെ കണ്ടുമുട്ടു. ടാറ്റാ. ടാറ്റാ.